കാസർഗോഡ് പൈവളികയിൽ 3 ആഴ്ച മുമ്പ് കാണാതായ 15 വയസ്സുകാരിയെ ഇനിയും കണ്ടെത്താനാകാത്തത് ആശങ്കയാകുന്നു. പ്രിയേഷ് പ്രഭാവതി ദമ്പതികളുടെ മകൾ ശ്രേയയെ ആണ് കാണാതായത്. മകളെ എത്രയും വേഗം കണ്ടെത്താൻ ഊർജിത ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. മാതാപിതാക്കൾ കുമ്പള പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം എങ്ങും എത്തുന്നില്ല. ഏറെ ദുരൂഹത ഈ സംഭവത്തിന് പിന്നിലുണ്ട്. പൈവളികെ മണ്ടേക്കാപ്പിൽ 15 വയസ്സുകാരിയായ ശ്രേയയെ ഫെബ്രുവരി 12-നാണ് കാണാതായത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ തങ്ങൾ രാവിലെ ഉറക്കമുണർന്നപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്ന് പിതാവ് പറയുന്നു. പ്രദേശവാസിയായ 42 വയസ്സുകാരനും പെൺകുട്ടിയെ കാണാതായ അതേ ദിവസം തന്നെ അപ്രത്യക്ഷനായി. മിസ്സിംഗ് കേസെടുത്ത് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചെങ്കിലും വിവരമൊന്നും കിട്ടിയില്ല. കുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ കുമ്പള പോലീസിൽ വിവരം അറിയിക്കണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു. പ്രദേശത്ത് ഇന്നും വിശദ പരിശോധന നടക്കും. സമീപത്തെ കാടുണ്ട്. ഈ കാട്ടിൽ സന്നദ്ധ പ്രവർത്തകർ അരിച്ചുപെറുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ ശ്രേയയെ കർണാടകയിലേക്ക് കടത്താനും സാധ്യതയുണ്ട്. ശ്രേയയെ സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ആളിനെയാണ് കാണാതായതെന്ന് സൂചനയുണ്ട്. ശ്രേയയെ എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ കുമ്പള പോലീസിൽ വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ മകളെ കണ്ടില്ലെന്നാണ് പിതാവ് പറയുന്നത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കാണാതായ ആദ്യ മണിക്കൂറിൽ ഫോൺ റിങ് ചെയ്തിരുന്നു. വീടിനടുത്താണ് ഫോണിന്റെ അവസാന ലൊക്കേഷൻ. ഇതെല്ലാം പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണം ഉണ്ടെങ്കിലേ ഈ കേസിൽ തുമ്പുണ്ടാക്കാൻ കഴിയൂ. കഴിഞ്ഞ ദിവസം താനൂരിൽ നിന്നും മുങ്ങിയ 2 കുട്ടികളെ യോജിച്ചുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സമാന ഇടപെടലാണ് ശ്രേയയെ കണ്ടെത്താൻ ആ അച്ഛനും അമ്മയും പ്രതീക്ഷിക്കുന്നത്.